ഭൂപതിവ് നിയമ ഭേദഗതി പ്രകാരമുള്ള വ്യവസ്ഥാ ലംഘനങ്ങളുടെ ക്രമവൽക്കരണത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ഓൺലൈൻ മൊഡ്യൂൾ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രവർത്തന സജ്ജമാകും. 1964 ഭൂപതിവ് ചട്ടം ഉൾപ്പെടെ 11 ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങളാണ് ക്രമവൽക്കരിക്കുക. പട്ടയഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾക്കുള്ള അനുമതി നൽകുന്ന രണ്ടാമത്തെ ചട്ടവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള തുടർ നടപടികൾ മാർഗരേഖ അംഗീകരിച്ച് കഴിഞ്ഞ 16-ന് ഉത്തരവായിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. 1964 ഭൂപതിവ് ചട്ടം ഉൾപ്പെടെ 11 ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണങ്ങളാണ് ക്രമവൽക്കരിക്കുക. വീട് നിർമ്മാണത്തിനായി മാത്രം അനുവദിച്ചിട്ടുള്ള പട്ടയഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗാർഹിക കെട്ടിടങ്ങൾ ഈ ചട്ടപ്രകാരം ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന് ഉത്തരവിലുണ്ട്. അപേക്ഷാ സമർപ്പണം ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർണ്ണമായും ഓൺലൈനായാണ് പൂർത്തിയാക്കേണ്ടത്. പട്ടയഭൂമിയിൽ പുതിയ നിർമ്മാണങ്ങൾക്കുള്ള അനുമതി നൽകുന്ന രണ്ടാമത്തെ ചട്ടവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. അപേക്ഷകർ ഓൺലൈൻ മൊഡ്യൂളിൽ പ്രവേശിച്ച് മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ രജിസ്റ്റർ ചെയ്യണം. ഇതിന് OTP വെരിഫിക്കേഷൻ ആവശ്യമാണ്. അപേക്ഷകൾ തയ്യാറാക്കി സമർപ്പിക്കുക, അപേക്ഷാ ഫീസ്, ക്രമവൽക്കരണ ഫീസ് എന്നിവ അടയ്ക്കുക, ക്രമവൽക്കരണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് കരസ്ഥമാക്കുക എന്നിവയും ഓൺലൈനായാണ് പൂർത്തിയാക്കേണ്ടത്. അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ നിരസിച്ചിട്ടുണ്ടോ എന്നുള്ള ഉത്തരവ് ഓൺലൈനിൽ ലഭ്യമായാലുടൻ അപേക്ഷകന്റെ മൊബൈൽ നമ്പറിലേക്ക് SMS-ഉം ലഭിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഓൺലൈൻ മൊഡ്യൂൾ പ്രവർത്തന സജ്ജമാകുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.